അപ്പം ഞങ്ങൾ അലക്സാൻഡ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കാണ്. ഇവിടുന്ന് ഇനി ഒരു 140 കിലോമീറ്റർ ഉണ്ട്. ഒരു നല്ല കുഞ്ഞ് ക്യൂട്ട് ടൗണുകളാണ് ഇതെല്ലാം കേട്ടോ. വലിയ സിറ്റി ഒന്നുമല്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ അതിമനോഹരമായ പാർക്കുകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെല്ലാം കൂടി ഞാൻ കാണിക്കാം. അലക്സാൻഡ്ര ചെറിയൊരു ടൗണാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശം വഴി അങ്ങോട്ട് പോകുന്നത്. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് എച്ചുക. ഇതുണ്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. നല്ല നമുക്ക് ബാർബേക്ക് ചെയ്യാനും എല്ലാം അവരെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇത് അവിടെ ഇരിക്കുന്നു. അത് ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോകണമൊക്കെ ഒരു വുഡൻ ബ്രിഡ്ജുണ്ട്. അത് മാക്സിമം 20 പേഴ്സൺസ്, അത്ര ആൾക്കാരില്ല. കണ്ടോ നല്ല രസമുണ്ട്. ഒരു ചെറിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചെറിയായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള നല്ല നല്ല ചെറിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവർ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതും നല്ലൊരു കാര്യം. ഇപ്പം വെള്ളമൊന്നുമില്ല, കാരണം ഇപ്പോൾ സമ്മർ ടൈം ആണല്ലോ. അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന അരുവിക്കകത്ത് ചെറിയൊരു നീരൊഴുക്കൊക്കെ ഉണ്ട് ഇങ്ങനെ. അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വരേണ്ടതാണ്. അവിടെ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാണുന്ന അങ്ങോട്ട് പോകണം അതിൻ്റെ ടൗൺ സെൻറ്ററിലോട്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ കടകളും ഷോപ്പുകളെല്ലാം ഉണ്ട്. ഷോപ്പിങ്ങിനോ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേണം അങ്ങോട്ട് പോകാം. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവിടെ നിന്നാണ്. ഇനിയും വല്ലതും കഴിച്ചേക്കാം. വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വേണ്ട ഒരു പുള്ളി ചുറ്റിയുമായിട്ട് നിൽക്കുന്നു. ആരാന്നൊരു പിടുത്തമില്ല. ചുറ്റിയല്ല, വാളോ കുടുവാളോ കണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ജിജോയ് എന്നാ പരിപാടി? അതെ, നമ്മളെ നല്ല ബീഫ് ഒലത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ബീഫ് ഇത്രയല്ല, ചുമ്മാ ജസ്റ്റ് തൽക്കാലത്തേക്ക് ചൂടാക്കുന്നേ ഉള്ളൂ. ഉണ്ടോ നല്ല ഫിഷ് വറുത്തതുണ്ട്, നല്ല ചോറുണ്ട്, മോരുണ്ട്. ജിജോ ഇത് ഭയങ്കര ലക്ഷറി ആണല്ലോ ജിജോ. നല്ല കിടക്കാഴ്ച സ്ഥലം അല്ലേ? നല്ല തണൽമരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഉണ്ട്. ഒരു തിരക്കുമില്ല. നല്ല വലിയൊരു പുളിമരം പോണൊക്കെ മരം, പുളിയുടെ ഇല പോകണമുണ്ട്. പക്ഷേ ഇത് പുളിമരം അല്ലല്ലേ, പുളിയല്ല, വേറെ എന്തോ മരമാണ് സംഭവം. പിന്നെ അത് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ഇൻഫർമേഷൻ സെൻറ്റർ ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയതൊക്കെ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ക്ലോസ്ഡ് ആണ്. പക്ഷേ എങ്കിലും ചെറിയ ഇൻഫർമേഷനൊക്കെ എൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുമായിരിക്കും. നല്ല സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ. നമുക്ക് വേണമെങ്കിൽ മെൽബൺ സിറ്റി കയറി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോകാം. ഇച്ചിരി നല്ല ഹൈവേ പെട്ടെന്ന് എത്താം. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കൂടി വന്ന് ആ സിറ്റിയൊക്കെ ആസ്വദിച്ച് നമ്മളെ അതിൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചിറങ്ങി ഒരു മധുരതരമായ ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ വിളിക്കും. ഹലോ, ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല പൂ തകിടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഇരുന്ന് ബാർബേക്യൂ ഫെസിലിറ്റീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഓർത്തുള്ള ഇച്ചിരി ഉള്ളോട്ട് വരുമ്പോഴത്തേക്കേ ഇതൊന്നും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. അലക്സാൻഡ്ര സ്ഥലം അടിപൊളി സ്ഥലം. അലക്സാൻഡ്രയിൽ ഞാനൊരു കാഴ്ചയുണ്ട്. വേറെ ഒന്നുമല്ല, വിക്ടോറിയൻ ട്രക്ക് ഡ്രൈവേഴ്സ് മെമ്മോറിയൽ. ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ മെമ്മോറിയലായിട്ട് അവിടെ ചില ആൾക്കാർ മരിച്ചതിൻ്റെ എത്ര ജനിച്ചത് തൊട്ട് മരിച്ചവരെയുള്ള ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. വിക്ടോറിയ ഞാൻ എവിടെ ചെന്നിട്ട് അത് കണ്ടിട്ടില്ല. വിക്ടോറിയൻ ട്രക്ക് ഡ്രൈവേഴ്സ് മെമ്മോറിയൽ ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. 2014 ഇതുണ്ട്. അപ്പോൾ അവരും നമുക്ക് വേണ്ടി ഒത്തിരി സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ടോ, അവരുടെ മരിച്ച ആൾക്കാരെ കുറേ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയാലോ? ഇതെന്നെ അതിന് കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര തകർക്കുകയാണല്ലോ. റൈബാനാണോ അതിന്? റൈബാനാണോ? ഇതെൻ്റെ റൈബാൻ കാശ് മോഹൻലാൽ പറഞ്ഞ നോക്കല്ലേ. എന്നാൽ വിട്ടാരോ, പോയോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഭക്ഷണം കഴിച്ച സ്ഥലമൊക്കെ നമ്മൾ നീറ്റാക്കി. ഇനി നമ്മൾ നേരെ സ്ഥലത്തിൻ്റെ പേര് ആൻഡ്രിയ എന്നാണ്. ആൻഡ്രിയ അവിടെ നമ്മുടെ യെച്ചൂക്കാൻ ഏകദേശം ഒരു 10-40 കിലോമീറ്റർ ഇപ്പറയാണ്. അവിടെ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉദ്ദേശിച്ചുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളെല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നേരെ ആൻഡ്രിയ.
അപ്പോൾ അതേ നമ്മൾ വളരെ നേരത്തെ ഓട്ടത്തിന് ശേഷം അൻഡ്രിയ എന്നാണ് ഈ സ്ഥലത്ത് അൻഡ്രിയ. അത് അവിടെ ഒരു പബ്ബ് ഒക്കെ ഉണ്ട് കണ്ടോ. ഈ ഹോട്ടൽ വന്നേ കാണും. ഹോട്ടലല്ല, ഇതൊരു എയർബിഎൻബി ത്രൂ അൻഡ്രിയ മാൻ എന്നാണ് ഇതിൻ്റെ പേര് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലം. ഒരു സ്പെഷ്യൽ സ്ഥലമാണ്, കാണുന്ന ഒരു ലുക്കൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് അകത്തോട്ട് പോയി കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ചെറിയ അൻഡ്രിയ മാൻഷനോ അതിൻ്റെ സംഭവം ഇതല്ലേ, ചെറിയ TV. ഇതെല്ലാം ഒരു കറുത്ത തീമാണ് കൊടുത്തേക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ലോഞ്ച് എന്ന് പറയുന്നത്. ലോഞ്ച് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു ബ്യൂട്ടിയാണ്. അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ബെഡ്റൂം ഞാൻ നോട്ട് ചെയ്തില്ല. ഇത് വേറൊരു ബെഡ്റൂമാണ്, 4ാമത്തെ ബെഡ്റൂം. ഇത് സിംഗിളാണ് കേട്ടോ. ഇത് സിംഗിൾ ഒരു ബെഡ്റൂമാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഫാനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്റ്റൂളും എല്ലാം ഇട്ടിട്ടുണ്ട്. ചെറിയ ബെഡ്റൂം കൊള്ളാം. ഇതും കൊള്ളാം കേട്ടോ, നല്ല ബെഡ്റൂം. ഇവിടെ കൊണ്ടൊരു ബെഡ്റൂമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കറുത്ത തീമാണ് കേട്ടോ, അതൊരു വേറിട്ട ഒരു സംഭവമാണ് കേട്ടോ. കറുത്ത തീമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു പഴയ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് വേണം വരും. കാരണം അവർ ആ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ അവർ ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. അവിടെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഒരു ബെഡ്റൂമുണ്ട്. ചെറിയ സിംഗിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിംഗിളല്ല കേട്ടോ, അത് ഇവിടെ നല്ലൊരു ബെഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അല്ലേ കേട്ടോ, ഇത് കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് അറ്റാച്ച് ടോയ്ലറ്റും കാണുമായിരിക്കും. ഏതായാലും ആൾക്കാർ വന്ന് നല്ല നീറ്റായിട്ട് തന്നെ സംഭവം ഇട്ടിട്ടുണ്ട്. നല്ല ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ വരുന്നതിന് മുമ്പ്. ഇത് ഇതിൻ്റെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റല്ല, കുറേ ലിനൻ കബോർഡ് പോലെ ടോയ്ലറ്റില്ല. ഞാനവിടെ ടോയ്ലറ്റാണെന്ന് ഓർത്തത് ഉണ്ടോ. ഇപ്പോൾ ലിനനും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ല ഒരു എയർബിഎൻബി തന്നെയാണ്. ത്രൂ എയർബിഎൻബി ബുക്ക് ചെയ്തപ്പോൾ നല്ലൊരു സംഭവമാണ്. അവിടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെൻ്റെ കിച്ചണ്. അവർ കുറേ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി കുറേ സാധനങ്ങളൊക്കെ, ഹാൻഡ് സാനിറ്റൈസർ, ബ്രെഡ്, ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ മെഷീനുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്, നമുക്കിവിടെ കുക്ക് ചെയ്യാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറേ സാധനം ഉണ്ടല്ലോ ജിഷേ, കുറേ സാധനം. പിസ്സ അല്ലാണ്ട് ചിക്കൻ കീവും സാധനങ്ങൾ, ബട്ടർ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. താഴത്തെ ഇതിനകത്തും വെള്ളമൊക്കെ ഇഷ്ടം പോലെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം, ജ്യൂസ് സംഭവങ്ങളെല്ലാം ഉണ്ട്, ആവശ്യത്തെ ഉപയോഗിക്കാം, ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ഇത് നല്ല രീതിയിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. നല്ല ലക്ഷറിയാണ് കേട്ടോ. ഒരു പോഷ് ഫീൽ ചെയ്യുന്നത്, ഒരു പോഷ് ഒരു എങ്ങനെ പറയുന്നത്, ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ ചെല്ലുന്നൊരു അതേ ഫീലിംഗ് ഉണ്ടാകും. നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. കറുത്ത തീമാണ്, അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. നോക്ക് ബിഫോർ എൻട്രി. കാരണം ഇവിടുത്തെ ഒരു ടോയ്ലറ്റിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നമുക്ക് കിളുത്തും ഇതൊന്നുമില്ല സംഭവം കണ്ടോ. പിന്നെ ഇവിടെ ഇത് വന്ന് ലോണ്ട്രിയാണ്, നമുക്ക് തുണി കഴുകുകയൊക്കെ ചെയ്യാം. ഇത് എൻ്റെ ടോയ്ലറ്റാണ് കണ്ടല്ലോ. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഹാപ്പിനെസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ outward things but on the way we see them. ലിയോ ടോൾസ്റ്റോയ്. അത് കൊള്ളാം, നല്ലൊരു വേടിയാണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ ചെയറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ബാർബിക്യൂ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാം. ഇതുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നിന്നും വേണേൽ നമുക്ക് ഇത് കൊടുക്കാം. ഉണ്ടോ, കുഴപ്പമില്ല. ബാർബിക്യൂവിനുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം. ബെഡ്റൂം വലിയ കുഴപ്പമില്ല വീടല്ലേ, വലിയ കുഴപ്പമില്ല. സൂപ്പർ വീടാണ്. കാരണം ഉണ്ടല്ലോ, ഈ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാല് കോട്ടയം അയ്യപ്പാസ് പോലെ പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണ്. അകത്തോട്ട് ഇറങ്ങി വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞാൽ
അകത്തൊരു ഇത്രയും ബെഡ്റൂം ഒക്കെ ആണോ തോന്നിയ കണ്ടല്ലേ? നല്ല മുഴുത്ത വീടല്ലേ? അതിന്റെ കളർ തീം ഉണ്ടല്ലേ, അതാണ് നല്ല അറേഞ്ച് ചെയ്തേക്കുന്ന രീതികളാണ്. നല്ല കളർ തീം ഉണ്ടല്ലേ, കറുത്ത ബ്ലാക്ക്, നല്ലതല്ലേ, അതുകൊണ്ട് നല്ലൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർബി. നമ്മളെടുത്ത് നമ്മളവിടെ നിന്ന് വെളിയിറങ്ങുകയാണ്. ജസ്റ്റ് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊന്നും വലിയ ടൗണുകളൊന്നും അല്ല, ജസ്റ്റ് ഒരു ഹബ്ബാന്ന് വേണമെങ്കിൽ, ചെറിയൊരു ഹബ്ബ്. അതായത് നമ്മുടെ HUKയ്ക്കും ഷെപ്പർട്ടിനും ഇടയ്ക്കുള്ള ചെറിയൊരു ഹബ്ബ്. ഇത് ആൻഡ്രിയ ഹോട്ടൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഹോട്ടലാണ്, പബ്ബോടും കൂടിയാണ്. പബ്ബ് എപ്പോഴാണ് തുറക്കുമെന്ന് എനിക്കറിയാമില്ല. പബ്ബ് തുറക്കാണെങ്കിൽ ഒന്ന് കയറണം, കാരണം പബ്ബിലൊക്കെ പോയിട്ട് ഒത്തിരി നാളായി. ഉണ്ടോ മെയിൻ ബാർ, എൻ്റർ ത്രൂ ബിസ്ട്രോ ഡോർ, അടുത്ത ഡോറിൽ കൂടെ കയറണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഉണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതാണ് മെയിൻ ബാർ. ഓപ്പണിംഗ് ഹവേഴ്സ് മൺഡേ ക്ലോസ്ഡ്, സൺഡേ മൺഡേ ട്യൂസ്ഡേ ക്ലോസ്, വെനസ്ഡേ 2 PM ടു ക്ലോസ്. അപ്പോൾ ഇന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ഉള്ളൂ. അതൊരു ഹോട്ടലും അതിൻ്റെ ബാക്കിൽ ഹോട്ടൽ സംഭവങ്ങളെല്ലാം ആണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇവിടെ. ഇങ്ങനെ 360 തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില ടോൾ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ അതെന്തോ ഒരു ഹോളോ എന്തോ സംഭവങ്ങളാണ്, ബോട്ട്. പിന്നെ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്കെന്നാണ് ഇച്ചിരി സാധനം പോയി മേടിച്ചാലോ? വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഷാപ്പ് അടിക്കണ്ടേ, വിട്ടാലോ? അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും ചെറിയ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. വേറെ ഇവിടെ അടുത്തൊന്നും കടയില്ല. അപ്പോൾ ഒരു 15 കിലോമീറ്റർ അല്ലേ ചെയ്യാം, 10 കിലോമീറ്റർ അകത്ത് ഒരു ആൽഡി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ അങ്ങോട്ട് പോയി ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാം. പബ്ബിൽ കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1-2 ബിയർ അങ്ങ് അടിച്ചു. കുഴപ്പമില്ലേ, നല്ല രസമായിരുന്നു. ചൂടായോണ്ട് അതെ, ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ച് ആ പബ്ബിൽ കയറി ചെറിയൊരു പൈൻറ്റ് പഴയ ഓർമ്മ ഒതുക്കി. ഇനി വൈകിട്ട് നമുക്ക് ചിക്കൻ കറി എന്നാ ഉണ്ടാക്കുന്നത്? ചിക്കൻ കറിയോ ഉണ്ടാക്കിയല്ലേ? ഞങ്ങൾ അവിടെ കയറി നല്ല രസമായിരുന്നു. ഒരു മനുഷ്യനില്ല അല്ലേ, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സ്റ്റാഫില്ല. അതിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എടുക്കാൻ കേട്ടോ. നാളെ ഒന്നുകൂടെ കയറാം അല്ലേ, വല്ലപ്പോഴും കൂടെ. അപ്പോൾ അല്ല, നമുക്ക് അകത്ത് കയറിയേക്കാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഇവിടെ ഞങ്ങൾ തകർന്ന ഗതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സവോള അരി. അവിടെ എന്നാ അരിയാണ്? ഇവിടെ ഒന്നും അരിയല്ല, സൂപ്പർവൈസർ. പക്ഷേ ഈ വീട് എത്ര വർഷം പഴക്കമുള്ളതാണ്? കാരണം ഇപ്പോൾ ഓണർ വന്നായിരുന്നു. കാരണം നമ്മുടെ ഇൻഡക്ഷൻ്റെ അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടി. എത്ര വർഷം പഴക്കണമെന്ന് അറിയോ? 140 അതെ, 145 വർഷം പഴക്കം. ഇല്ല, അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത റീഫർബിഷ് ചെയ്താണ് സംഭവം, അതുകൊണ്ടാണ്. പക്ഷേ നല്ല രീതിയിൽ അവർ അല്ലേ, 145 വർഷം പഴക്കമുള്ളത്. അത് ഭയങ്കരമാണ്, ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ അവർ വന്നു. അപ്പോൾ നമുക്ക് സാധാരണ ചിക്കൻ കറിയൊക്കെ അകത്താൽ ഉണ്ടാക്കാം. ഇൻഡക്ഷൻ്റെ പ്ലേറ്റ് മാത്രമേ ഇത് ഹോട്ട് പ്ലേറ്റ് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുറത്തോട്ട് വെക്കാൻ പ്ലഗ് ഉണ്ടോ? എന്നാൽ പുറത്തോട്ട് വിടാം, അതാണ് സൗകര്യം. അപ്പോൾ അത് ജിജോ അവിടെ ഇച്ചിരി പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ കടയിലൊന്നും അധികം കയറണമെന്ന് വിചാരിച്ചു, കാരണം ഇപ്പോൾ കോവിഡൊക്കെ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ കടയിൽ കയറി അതുതന്നെയല്ല, നമ്മൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ് നമുക്ക് സൗകര്യം, പിള്ളേർക്കും എല്ലാം നല്ലത്. കാരണം അതാണ് നമുക്കിഷ്ടം. അപ്പോൾ ഇനി നമ്മൾ രാവിലെ ഇവിടുന്ന് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. നമ്മളതിന് തൊട്ടിപ്പുറത്ത് ഉരുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നമ്മൾ ആൻഡ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടെടുത്തത്. നല്ല വീട് കേട്ടോ, 145 വർഷം പഴക്കമുള്ള വീടാണ്. അത് അവർ ചെയ്തേക്കുന്ന ആ വീടിലാണ് അവർ മോഡിഫൈ ചെയ്തേക്കുന്നത് മുഴുവൻ. നല്ല രസമുള്ള ഒരു വീടാണ്, കുഞ്ഞു വീടാണ്, ചില ക്യൂട്ട് വീട്. Airbnb വഴി കൊടുക്കുന്ന ഒരു വീടാണിത്. അത് രസമുണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ HUK പോയി ചെറിയ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വീഡിയോ ആണല്ലോ. കുറച്ച് കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വീഡിയോ തുടങ്ങും. അപ്പോൾ നേരെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ HUK.
നമ്മൾ എച്ചൂക്ക സിറ്റി സെൻറ്ററിൻ്റെ അവിടെ വന്നേക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂർ നേരത്തേക്ക് അവിടെ പാർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ ടൗൺ സെൻറ്ററിൽ അങ്ങോട്ട് പോവാണ്. എച്ചൂക്ക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പഴയ സെൻസസ് അനുസരിച്ച് 2018 സെൻസസ് അനുസരിച്ച് 15,000 ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നോർത്തേൺ വിക്ടോറിയയിലുള്ള സ്ഥലമാണ്. നമ്മൾ നേരെ സൗത്താണ്. ആൾക്കാർ മെയിനായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. കാരണം ഇവിടെ നമ്മുടെ ഈ ബോട്ടും പഴയ ബോട്ടും എൻ്റെ പരിപാടി നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ. ഹൗസ് ബോട്ടൊന്നും അല്ല, അത് നോക്കുന്ന ടൈമുള്ള പാഡിൽ സ്റ്റീമറോ അങ്ങനെ കണ്ടെന്ന് പറയുന്നത്. അത് പിന്നെ കുറേ നല്ല കാഴ്ചകളുണ്ട്. അപ്പം ഈ എച്ചൂക്ക ടൗണിനെ പറ്റി പറയുമ്പം കൂടുതലും ടൂറിസ്റ്റുകളാണ്. ആൾക്കാർ 10,000 പേരെ താമസിക്കുന്നുള്ളൂ. നല്ല മനോഹരമായ ഒരു കുഞ്ഞ് റൂറൽ ടൗണ്. അപ്പം നമ്മൾ എച്ചൂക്ക അങ്ങോട്ടാണ് കൂടുതൽ ഡിസ്കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെയും അവിടുത്തെയും കുറേ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ തുറന്നുള്ള വീഡിയോ ആണ് അങ്ങോട്ട് പോകുന്നത്. തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം നല്ല കാഴ്ചകൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ തുടർന്ന് എച്ചൂക്കയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.